ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ പലരുടെയും വിശ്വാസപ്രകാരം നമ്മുടെ വീടിനകത്തേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയെപ്പറ്റിയാണ് ഈ വീഡിയോ കൂടി ഞാൻ പറയുന്നത്. ഈ ചെടിയെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയാം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആ ചെടി റെഡിയാക്കിയെടുത്ത് നമ്മുടെ ഭരണിയിലോ കുപ്പിയിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നടുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി വിശദമായിട്ട് നോക്കാം. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാനിവിടെ കാണിക്കുന്ന ചെടി ലക്കി ബാമ്പു ആണ്. എന്നാൽ ഇത് ഒരു മുളവർഗത്തിൽപ്പെട്ട ചെടിയല്ല. ബാമ്പു എന്നാൽ മുള എന്നാണല്ലോ. എന്നാൽ അത് മുളവർഗത്തിൽപ്പെട്ട ചെടിയല്ല. ഇത് മുള പോലെ തോന്നിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഡ്രസീന സാൻഡേറിയാന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ലക്കി ബാമ്പു വീടിൻ്റെ അകത്ത് വയ്ക്കുന്നത് കൊണ്ട് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും എന്ന് പലരും വിശ്വസിക്കുന്നു. അപ്പോൾ ഐശ്വര്യത്തിനും സമ്പത്തിനും ഭാഗ്യവും തരുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ തരുന്നു എങ്കിലും, നമുക്ക് ഒരു നമ്മുടെ വീടിന് ഉള്ളിൽ മനോഹരമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വാഷ് ബേസിൻ ഏരിയയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കോഫി ടേബിളിൻ്റെ മുകളിലോ അടുക്കളയുടെ സ്ലാബിൻ്റെ മുകളിലോ അങ്ങനെ പല ഭാഗങ്ങളിലും ഈ ചെടി നമുക്ക് വയ്ക്കാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ ചെടിക്ക് സൂര്യപ്രകാശം വളരെ കുറച്ച് മതി. സാധാരണ ഇൻഡോർ പ്ലാന്റുകൾ വെക്കുകയാണെങ്കിലും ആ ചെടിക്ക് അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കണം, അല്ലെങ്കിൽ ആ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ ഈ ചെടിക്ക് അല്പം സൂര്യപ്രകാശം മതി, അഥവാ അല്പം പോലും സൂര്യപ്രകാശം ഇല്ലാതെയും ഈ സസ്യം നല്ലതുപോലെ വളരുന്നതാണ്. വെള്ളത്തിൽ മാത്രമായിട്ടും ഈ ചെടി നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ്. അതുപോലെ ചെടിച്ചട്ടിയിലാണ് ഈ ചെടി വളർത്തുന്നതെങ്കിൽ 4-5 ദിവസം കൂടുമ്പോൾ മാത്രം നന കൊടുത്താൽ മതിയാകും. അപ്പോൾ വെള്ളം കൂടിപ്പോയാലും പ്രശ്നമല്ല, നന കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ലക്കി ബാമ്പു. വീടിന് പുറത്താണ് ഈ ചെടി വയ്ക്കുന്നതെങ്കിൽ വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ചെടി എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റിന് വേണ്ടി അതിൻ്റെ കമ്പുകൾ ശേഖരിച്ച് അതിൻ്റെ കമ്പുകളിൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ കൂടി നോക്കാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. 2 വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബറാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെടി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് തറയിൽ ലക്കി ബാമ്പുവിൻ്റെ 1-2 മദർ പ്ലാന്റുകൾ നട്ടിട്ടുണ്ട്. അതിലെ വലിയ തലപ്പുകൾ കുറച്ച് താഴ്ത്തി നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ആ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ തൊട്ട് താഴെ നിന്നും പുതിയ മുകുളങ്ങൾ വളർന്നു വരും. ആ വളർന്നു വരുന്ന ശിഖരങ്ങൾ 5-6 ഇഞ്ച് വലിപ്പം വയ്ക്കുമ്പോൾ അതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള കമ്പുകളുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക. ഇതിങ്ങനെ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ മദർ പ്ലാന്റുകൾ വീടിന് വെളിയിൽ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ശേഖരിച്ച് ആവശ്യമുള്ള 4-5 കമ്പുകൾ നമ്മൾ ശേഖരിച്ചെടുക്കുക.
നല്ല പച്ചപ്പുള്ള കമ്പുകൾ തന്നെ എടുക്കുക. ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ഇതിൽ അഴുക്കുകളും ആവശ്യം പോലെ ഉണ്ട്, പൊടിപടലങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ പിന്നെ ഒരു ഭരണിയാണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഭരണിയാണ്, കുപ്പിയായാലും മതി, അല്ലെങ്കിൽ ഗ്ലാസ്സിലെ ഭരണി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അതിൽ നല്ല ശുദ്ധജലം നിറയ്ക്കുക. അപ്പോൾ ഈ ഭരണിയുടെ അടപ്പിൽ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ലക്കി ബാമ്പുവിൻ്റെ ശിഖരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നതിനായിട്ട് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് വല്ല നൂല് കൊണ്ടോ ചരട് കൊണ്ടോ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതേമാതിരി വെള്ളം നിറച്ച ഭരണിയിൽ വെക്കുകയാണെങ്കിൽ കാണുവാൻ നല്ല രസമുണ്ടായിരിക്കും. ഇത് പോട്ടിംഗ് മിശ്രിതം നിറച്ച ചെടിച്ചട്ടിയിൽ വെച്ചാലും നല്ലതായിരിക്കും. പക്ഷേ വെള്ളത്തിൽ ഇതേമാതിരി തണ്ടുകൾ മുറിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വേരുകൾ വരുന്നതാണ്. ഇതിൻ്റെ വേറെ രീതിയിലും നമുക്ക് നടാൻ പറ്റുന്നതാണ്. നേരത്തെ ഒരു തണ്ട് മാത്രം മുറിച്ച് ഒരു കുപ്പിയിൽ ഞാൻ ഇറക്കി വെച്ചാണ്. ഇതിലെ വേര് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചെടി ഞാൻ എടുത്തിട്ടുള്ളത്. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വേരുകൾ വന്നു തുടങ്ങും. ഇത് ഏകദേശം ഒരു മാസമായ കമ്പാണ്. നല്ല രീതിയിൽ അതിന് വേരുകൾ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും പെട്ടെന്ന് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.